അധ്യായം 21. അൽ അംബിയാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 112. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനത്തിന് അവരുടെ വിചാരണാവേള വളരെ അടുത്തെത്തിയിരിക്കുന്നു. എന്നിട്ടും അവർ അതേക്കുറിച്ച് തീർത്തും അശ്രദ്ധരാണ്, അതിനെ അപ്പാടെ അവഗണിക്കുന്നവരും. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. തങ്ങളുടെ നാഥനിൽ നിന്ന് പുതുതായി ഏത് ഉദ്ബോധനം വന്നെത്തുമ്പോഴും അവരത് കേൾക്കുന്നതു തന്നെ കളിതമാശകളിൽ മുഴുകുന്നവരായാണ്. ലാഹിയതൻ ഖുലൂബുഹും വഅസറു النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. അശ്രദ്ധമായ മനസ്സോടെയും ആ അക്രമികൾ അന്യോന്യം ഇങ്ങനെ അടക്കം പറയുന്നു: ഇയാൾ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ? എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ബോധപൂർവം ഈ ജാലവിദ്യയിൽ ചെന്ന് വീഴുന്നത്? ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് വഹുവസ് സമീഉൽ അലീം. പ്രവാചകൻ പറഞ്ഞു: ആകാശത്തും ഭൂമിയിലും ആരെന്തു പറഞ്ഞാലും അതൊക്കെയും എന്റെ നാഥൻ അറിയുന്നു, അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ബൽ ഖാലൂ അദ്ഗാസു അഹ്ലാമിൻ ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇറുൻ ഫൽയഅതിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. അവർ പറയുന്നു, ഇതൊക്കെ വെറും പൊയ്ക്കിനാവുകളാണ്. അല്ല, ഇവനിത് സ്വയം കെട്ടിച്ചമച്ചതാണ്. ഇയാൾ ഒരു കവിയാണ്, അല്ലെങ്കിൽ ഇയാൾ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവന്ന് നമ്മെ കാണിക്കട്ടെ, പൂർവപ്രവാചകന്മാർ ചെയ്ത പോലെ. മാ ആമനത് ഖബ്ലഹും മിൻ ഖർയത്തിൻ അഹ്ലക്നാഹാ അഫഹും യുഅ്മിനൂൻ. എന്നാൽ ഇവർക്കു മുമ്പ് നാം നിശേഷം നശിപ്പിച്ച ഒരു നാടും വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവരാണോ വിശ്വസിക്കാൻ പോകുന്നത്? വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം ഫസ്അലൂ അഹ്ലൽ ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിനക്കു മുമ്പും മനുഷ്യരെ തന്നെയാണ് നാം ദൂതന്മാരായി നിയോഗിച്ചത്. നാം അവർക്ക് വഹി നൽകുകയായിരുന്നു. നിങ്ങൾക്കിതറിയില്ലെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക. വമാ ജഅൽനാഹും ജസദൻ ലാ യഅകുലൂന അത്ത്വാമ വമാ കാനൂ ഖാലിദീൻ. ദൈവദൂതന്മാർക്ക് നാം അന്നം തിന്നാത്ത ശരീരം നൽകിയിട്ടില്ല, അവരിവിടെ സ്ഥിരവാസികളുമായിരുന്നില്ല. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. പിന്നീട് അവരോടുള്ള വാഗ്ദാനം നാം പാലിച്ചു. അങ്ങനെ നാം അവരെ രക്ഷിച്ചു, നാം ഉദ്ദേശിച്ച മറ്റുള്ളവരെയും അതിര് കടന്നവരെ നശിപ്പിക്കുകയും ചെയ്തു. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് നാം വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾക്കുള്ള ഉദ്ബോധനമുണ്ട്. എന്നിട്ടും നിങ്ങൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. അതിക്രമത്തിലേർപ്പെട്ട എത്രയെത്ര നാടുകളെയാണ് നാം നിശേഷം നശിപ്പിച്ചത്. അവർക്ക് ശേഷം നാം മറ്റു ജനവിഭാഗങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. فلما أحسوا بأسنا إذا هم منها يركضون.
നമ്മുടെ ശിക്ഷ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ അവരതാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. അപ്പോഴവരോട് പറയും, ഓടേണ്ട, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സുഖസൗകര്യങ്ങളിലേക്കും നിങ്ങളുടെ വസതികളിലേക്കും തന്നെ തിരികെ ചെല്ലുക. നിങ്ങളെ ചോദ്യം ചെയ്തേക്കാം. قالوا يا ويلنا إنا كنا ظالمين. അവർ പറഞ്ഞു, അയ്യോ, നമ്മുടെ നാശം, സംശയമില്ല, ഞങ്ങൾ അക്രമികളായിപ്പോയി. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. അവരുടെ ഈ വിലാപം തുടർന്നുകൊണ്ടേയിരിക്കും, നാം അവരെ കൊയ്തിട്ട വിള പോലെയാക്കും വരെ. وما خلقنا السماء والأرض وما بينهما لاعبين. ഈ ആകാശവും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും നാം കുട്ടിക്കളിയായി ഉണ്ടാക്കിയതല്ല. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. നാം ഒരു വിനോദമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാം സ്വയം തന്നെ അത് ചെയ്യുമായിരുന്നു. എന്നാൽ നാം അങ്ങനെ ചെയ്തിട്ടില്ല. بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. നാം സത്യം കൊണ്ട് അസത്യത്തെ ഇടിക്കുന്നു, അങ്ങനെ അത് അസത്യത്തെ ഉടയ്ക്കുന്നു. അതോടെ അസത്യം അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ സങ്കൽപ്പിച്ചു പറയുന്നത് കാരണം നിങ്ങൾക്ക് നാശം. وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. ആകാശഭൂമികളിലുള്ള സകലതും അല്ലാഹുവിൻ്റെതാണ്. അവന്റെ അടുത്തുള്ളവർ അവന് വഴിപ്പെടുന്നതിലൊട്ടും അഹങ്കരിക്കുന്നില്ല, അവർ ക്ഷീണിക്കുന്നുമില്ല. يسبحون الليل والنهار لا يفترون. ഇടവേളകളില്ലാതെ രാവും പകലും അവനെ അവർ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. أم اتخذوا آلهة من الأرض هم ينشرون. ഈ ഭൂമിയിൽ അവർ സങ്കൽപ്പിച്ചു വെച്ച ദൈവങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനാവുമോ? لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാത്ത വല്ല ദൈവങ്ങളുമുണ്ടായിരുന്നുവെങ്കിൽ അവ രണ്ടും താറുമാറാകുമായിരുന്നു. ഇക്കൂട്ടർ പറഞ്ഞു പരത്തുന്നതിൽ നിന്നെല്ലാം എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. സിംഹാസനത്തിന് അധിപനാണവൻ. لا يسأل عما يفعل وهم يسألون. അവൻ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യുകയില്ല, എന്നാൽ ഉറപ്പായും അവർ ചോദ്യം ചെയ്യപ്പെടും. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون. അതല്ല, അവർ അവനെ വിട്ട് മറ്റു ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കയാണോ? പറയുക, നിങ്ങൾക്കുള്ള തെളിവ് കൊണ്ടുവരൂ. എന്റെ കൂടെയുള്ളവർക്കുള്ള ഉദ്ബോധനമാണിത്. എന്റെ മുമ്പുള്ളവർക്കുള്ള ഉദ്ബോധനവും ഇതുതന്നെയായിരുന്നു. എന്നാൽ അവരിലേറെ പേരും സത്യമറിയുന്നില്ല, അതിനാൽ അവർ പിന്തിരിഞ്ഞുകളയുകയാണ്. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. ഞാനല്ലാതെ ദൈവമില്ല, അതിനാൽ നിങ്ങൾ എനിക്ക് വഴിപ്പെടുക എന്ന സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ
നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون. അവർ പറയുന്നു, പരമകാരുണികനായ ദൈവം പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അവൻ എത്ര പരിശുദ്ധൻ! അവർ അവന്റെ ആദരണീയരായ അടിമകൾ മാത്രമാണ്. لا يسبقونه بالقول وهم بأمره يعملون. അവർ അവനെ മറികടന്ന് സംസാരിക്കുകയില്ല. അവന്റെ കൽപ്പനയനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. അവരുടെ മുന്നിലും പിന്നിലുമുള്ള സകലതും അവൻ അറിയുന്നു. അവരുടെ നാഥൻ തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ ആർക്കും അവർ ശുപാർശ ചെയ്യുകയില്ല. അവരോ അവനോടുള്ള ഭയത്താൽ നടുക്കമനുഭവിക്കുന്നവരാണ്. ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين. അവരിൽ ആരെങ്കിലും അല്ലാഹുവെ കൂടാതെ താനും ദൈവമാണെന്ന് വാദിച്ചാൽ പ്രതിഫലമായി നാം അവന് നരകശിക്ഷ നൽകും. അവിധമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുക. أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. ആകാശങ്ങളും ഭൂമിയും പരസ്പരം ഒട്ടിച്ചേർന്നവയായിരുന്നു. എന്നിട്ട് നാം അവയെ വേർപെടുത്തി വെള്ളത്തിൽ നിന്ന് ജീവനുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. സത്യനിഷേധികൾ ഇതൊന്നും കാണുന്നില്ലേ? അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ലേ? وجعلنا في الأرض رواسي أن تميد بهم وجعلنا فيها فجاجا سبلا لعلهم يهتدون. ഭൂമിയിൽ നാം പർവ്വതങ്ങളെ ഉറപ്പിച്ചു നിർത്തി ഭൂമി അവരെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാൻ നാം അതിൽ സൗകര്യപ്രദവും വിശാലവുമായ വഴികളുണ്ടാക്കി അവർക്ക് നേർവഴി അറിയാൻ. وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. മാനത്തെ നാം സുരക്ഷിതമായ മേൽപ്പുരയാക്കി. എന്നിട്ടും അവരതിലെ ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുകയാണ്. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. രാപ്പകലുകൾ സൃഷ്ടിച്ചത് അവനാണ്. സൂര്യചന്ദ്രന്മാരെ പടച്ചതും അവൻ തന്നെ. അവയൊക്കെയും ഓരോ സഞ്ചാരപഥത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും നിത്യത നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചെന്ന് വരികിൽ അതിൽ അസാധാരണമായി എന്തുണ്ട്? ഇക്കൂട്ടർ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണോ? كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. എല്ലാ ജീവികളും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഗുണദോഷങ്ങൾ നൽകി നിങ്ങളെ നാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. وَإِذَا رَآكَ الَّذِينَ كَفَرُوا إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي يَذْكُرُ آلِهَتَكُمْ وَهُمْ بِذِكْرِ الرَّحْمَنِ هُمْ كَافِرُونَ. നിന്നെ കാണുമ്പോൾ പരിഹസിക്കലല്ലാതെ സത്യനിഷേധികൾക്ക് വേറെ പണിയൊന്നുമില്ല. അവർ പുച്ഛത്തോടെ പറയുന്നു, ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്നവൻ? എന്നാൽ അവർ തന്നെയാണ് പരമകാരുണികനായ അല്ലാഹുവിന്റെ ഉദ്ബോധനത്തെ നിഷേധിച്ചവർ.
خلق الإنسان من عجل سأريكم آياتي فلا تستعجلون. ധൃതി കാട്ടുന്നവനായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. വൈകാതെ തന്നെ ഞാൻ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാട്ടിത്തരും. അതിനാൽ നിങ്ങൾ എന്നോട് ധൃതി കൂട്ടേണ്ടതില്ല. ويقولون متى هذا الوعد إن كنتم صادقين. അവർ ചോദിക്കുന്നു, നിങ്ങളുടെ ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക? നിങ്ങൾ സത്യസന്ധരെങ്കിൽ. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم. لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا هم ينصرون. തങ്ങളുടെ മുഖങ്ങളെയും മുതുകുകളെയും നരകത്തീയിൽ നിന്ന് തടുക്കാനാവാത്ത, എങ്ങുനിന്നും ഒരു സഹായവും കിട്ടാത്ത അവസ്ഥയെ സംബന്ധിച്ച് സത്യനിഷേധികൾ അറിഞ്ഞിരുന്നെങ്കിൽ. بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون. എന്നാൽ വളരെ പെട്ടെന്നായിരിക്കും അതവരിൽ വന്നെത്തുക. അപ്പോൾ അതവരെ അമ്പരപ്പിക്കും. അതിനെ തടുക്കാൻ അവർക്കാവില്ല. അവർക്കൊട്ടും അവസരം നൽകുകയുമില്ല. وَلَقَدِ اسْتُهْزِئَ بِرُسُلٍ مِّن قَبْلِكَ فَحَاقَ بِالَّذِينَ سَخِرُوا مِنْهُم مَّا كَانُوا بِهِ يَسْتَهْزِئُونَ. നിനക്ക് മുമ്പും പല പ്രവാചകന്മാരും ഇவ்விധം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടോ തങ്ങൾ ഏതൊന്നിനെപ്പറ്റിയാണോ പരിഹസിച്ചുകൊണ്ടിരുന്നത് ആ ശിക്ഷ പരിഹസിച്ചിരുന്നവരെ പിടികൂടുക തന്നെ ചെയ്തു. قُلْ مَن يَكْلَؤُكُم بِاللَّيْلِ وَالنَّهَارِ مِنَ الرَّحْمَٰنِ بَلْ هُمْ عَن ذِكْرِ رَبِّهِم مُّعْرِضُونَ. ചോദിക്കുക, രാവിലാവട്ടെ പകലിലാവട്ടെ പരമദയാലുവായ അല്ലാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ആരുണ്ട്? എന്നിട്ടും അവർ തങ്ങളുടെ നാഥന്റെ ഉദ്ബോധനം അവഗണിച്ചു തള്ളുകയാണ്. أَمْ لَهُمْ آلِهَةٌ تَمْنَعُهُم مِّن دُونِنَا لَا يَسْتَطِيعُونَ نَصْرَ أَنفُسِهِمْ وَلَا هُم مِّنَّا يُصْحَبُونَ. അതല്ല, നാമല്ലാതെ അവരെ സംരക്ഷിക്കുന്ന വല്ല ദൈവങ്ങളും അവർക്കുണ്ടോ? എന്നാൽ ആ ദൈവങ്ങൾക്ക് തങ്ങളെ തന്നെ രക്ഷിക്കാനാവില്ലെന്നതാണ് സത്യം. നമ്മുടെ സഹായം അവർക്കൊട്ടും കിട്ടുകയുമില്ല. بل متعنا هؤلاء وآباءهم حتى طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها أفهم الغالبون. നാം അവർക്കും അവരുടെ പിതാക്കൾക്കും ജീവിതസുഖം നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ കാലം ഏറെ നീണ്ടുപോയി. നാം ഈ ഭൂമിയെ അതിന്റെ ചുറ്റുനിന്നും ചുരുക്കിക്കൊണ്ടുവരുന്നത് ഇക്കൂട്ടർ കാണുന്നില്ലേ? എന്നിട്ടും അവർ തന്നെ വിജയം വരിക്കുമെന്നോ? قل إنما أنذركم بالوحي ولا يسمع الصم الدعاء إذا ما ينذرون. പറയുക, ദിവ്യസന്ദേശമനുസരിച്ച് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ മുന്നറിയിപ്പ് നൽകുമ്പോൾ കാതുപൊട്ടന്മാർ ആ വിളി കേൾക്കുകയില്ല. وَلَئِن مَّسَّتْهُمْ نَفْحَةٌ مِّنْ عَذَابِ رَبِّكَ لَيَقُولُنَّ يَا وَيْلَنَا إِنَّا كُنَّا ظَالِمِينَ. നിന്റെ നാഥന്റെ ശിക്ഷയിൽ നിന്ന് ഒരു നേരിയ കാറ്റ് അവരെ സ്പർശിച്ചാൽ അവരിങ്ങനെ വിലപിക്കും, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഉറപ്പായും ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ.
ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം നീതിനിഷ്ഠമായ തുലാസുകൾ സ്ഥാപിക്കും. പിന്നെ ആരോടും അല്പവും അനീതി കാണിക്കുകയില്ല. കർമ്മം ഒരു കടുകുമണി തൂക്കമായാൽ പോലും നാം അത് വിലയിരുത്തും. കണക്കു നോക്കാൻ നാം തന്നെ മതി. ولقد آتينا موسى وهارون الفرقان وضياء وذكرا للمتقين. മൂസാക്കും ഹാറൂനും നാം ശരിതെറ്റുകൾ വേർതിരിച്ചു കാണിക്കുന്ന പ്രമാണം നൽകി. പ്രകാശവും സൂക്ഷ്മത പാലിക്കുന്നവർക്കുള്ള ഉദ്ബോധനവും സമ്മാനിച്ചു. الذين يخشون ربهم بالغيب وهم من الساعة مشفقون. അവർ തങ്ങളുടെ നാഥനെ കാണാതെ തന്നെ അവനെ ഭയപ്പെടുന്നവരാണ്, അന്ത്യനാളിനെ പേടിയോടെ ഓർക്കുന്നവരും. وهذا ذكر مبارك أنزلناه أفأنتم له منكرون. നാം ഇറക്കിത്തന്ന അനുഗ്രഹീതമായ ഉദ്ബോധനമാണിത്. എന്നിട്ടും നിങ്ങൾ ഇതിനെ തള്ളിക്കളയുകയോ? وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. നേരത്തെ നാം ഇബ്രാഹീമിന് തന്റേതായ വിവേകം നൽകിയിരുന്നു. നമുക്കദ്ദേഹത്തെ നന്നായി അറിയാമായിരുന്നു. إِذْ قَالَ لِأَبِيهِ وَقَوْمِهِ مَا هَذِهِ التَّمَاثِيلُ الَّتِي أَنْتُمْ لَهَا عَاكِفُونَ. അദ്ദേഹം തന്റെ പിതാവിനോടും ജനത്തോടും ചോദിച്ചതോർക്കുക, നിങ്ങൾ പൂജിക്കുന്ന ഈ പ്രതിഷ്ഠകൾ എന്താണ്? قَالُوا وَجَدْنَا آبَاءَنَا لَهَا عَابِدِينَ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കൾ ഇവയെ പൂജിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. قَالَ لَقَدْ كُنْتُمْ أَنْتُمْ وَآبَاؤُكُمْ فِي ضَلَالٍ مُبِينٍ. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലാണ്. قَالُوا أَجِئْتَنَا بِالْحَقِّ أَمْ أَنْتَ مِنَ اللاعبين. അവർ ചോദിച്ചു, അല്ല, നീ കാര്യമായി തന്നെയാണോ ഞങ്ങളോടി പറയുന്നത്, അതോ കളിതമാശ പറയുകയോ? قَالَ بَلْ رَبُّكُمْ رَبُّ السَّمَاوَاتِ وَالْأَرْضِ الَّذِي فَطَرَهُنَّ وَأَنَا عَلَى ذَلِكُمْ مِنَ الشَّاهِدِينَ. അദ്ദേഹം പറഞ്ഞു, അല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ നാഥൻ ആകാശഭൂമികളുടെ സംരക്ഷകനാണ്, അവയെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. ഇതു സത്യം തന്നെയെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സാക്ഷ്യം വഹിക്കുന്നു. وَتَاللَّهِ لَأَكِيدَنَّ أَصْنَامَكُمْ بَعْدَ أَن تُوَلُّوا مُدْبِرِينَ. അല്ലാഹു തന്നെ സത്യം, നിങ്ങൾ പിരിഞ്ഞുപോയ ശേഷം നിങ്ങളുടെ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു തന്ത്രം പ്രയോഗിക്കും. فَجَعَلَهُمْ جُذَاذًا إِلَّا كَبِيرًا لَهُمْ لَعَلَّهُمْ إِلَيْهِ يَرْجِعُونَ. അദ്ദേഹം അവയെ തുണ്ടം തുണ്ടമാക്കി, വലിയ ഒന്നിനെയൊഴികെ. അവർ സത്യത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലോ? قَالُوا مَنْ فَعَلَ هَذَا بِآلِهَتِنَا إِنَّهُ لَمِنَ الظَّالِمِينَ. അവർ ചോദിച്ചു, നമ്മളുടെ ദൈവങ്ങളോട് ഇவ்விധം ചെയ്തവനാര്? ആരായാലും അവൻ അക്രമി തന്നെ. قَالُوا سَمِعْنَا فَتًى يَذْكُرُهُمْ يُقَالُ لَهُ إِبْرَاهِيمُ. ചിലർ പറഞ്ഞു, ഇബ്രാഹിം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. قَالُوا فَأْتُوا بِهِ عَلَى أَعْيُنِ النَّاسِ لَعَلَّهُمْ يَشْهَدُونَ. അവർ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ അവനെ ജനങ്ങളുടെ കൺമുന്നിൽ കൊണ്ടുവരിക,
അവർ സാക്ഷി പറയട്ടെ. قالوا أأنت فعلت هذا بآلهتنا يا إبراهيم അവർ ചോദിച്ചു, ഇബ്രാഹിം, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെ ഇவ்விധം ചെയ്തത്? قال بل فعله كبيرهم هذا فاسألوهم إن كانوا ينطقون. അദ്ദേഹം പറഞ്ഞു, അല്ല, ആ ദൈവങ്ങളിലെ ഈ വലിയവനാണിത് ചെയ്തത്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, അവർ സംസാരിക്കുമെങ്കിൽ. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. അപ്പോൾ അവർ തങ്ങളുടെ ബോധതലത്തിലേക്കൊന്നു തിരിഞ്ഞു. അങ്ങനെ അവരന്യോന്യം പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് അക്രമികൾ. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. പിന്നെ അവർ തലതിരിഞ്ഞു. അവർ പറഞ്ഞു, ഇവർ സംസാരിക്കുകയില്ലെന്ന് നിനക്കറിയാമല്ലോ. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم. അപ്പോൾ നിങ്ങൾ അല്ലാഹുവെ വിട്ട് പൂജിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെയാണോ? أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون. നിങ്ങളുടെയും അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിക്കുന്നവയുടെയും കാര്യം എത്ര ലജ്ജാവഹം! നിങ്ങൾ ഒട്ടും ചിന്തിക്കുന്നില്ലേ? قالوا حرقوه وانصروا آلهتكم إن كنتم فاعلين. അവർ പറഞ്ഞു, നിങ്ങൾ ഇവനെ ചുട്ടെരിക്കുക, അങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളെ തുണക്കുക. നിങ്ങൾ വല്ലതും ചെയ്യാനുദ്ദേശിക്കുന്നുവെങ്കിൽ അതാണ് വേണ്ടത്. قلنا يا نار كوني بردا وسلاما على إبراهيم. നാം പറഞ്ഞു, തീയെ തണുക്കൂ, ഇബ്രാഹീമിന് രക്ഷാകവചമാകൂ. وأرادوا به كيدا فجعلناهم الأخسرين. അദ്ദേഹത്തിനെതിരെ അവർ തന്ത്രമൊരുക്കി, എന്നാൽ നാം അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാക്കി. ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين. മുഴുലോകർക്കും നാം അനുഗ്രഹങ്ങൾ ഒരുക്കിവെച്ച നാട്ടിലേക്ക് അദ്ദേഹത്തെയും ലൂത്തിനെയും രക്ഷപ്പെടുത്തി. ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين. അദ്ദേഹത്തിന് നാം ഇസ്ഹാക്കിന് സമ്മാനിച്ചു, അതിനു പുറമെ യാക്കൂബിനെയും. അവരെയൊക്കെ നാം സച്ചരിതരാക്കുകയും ചെയ്തു. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين. അവരെ നാം നമ്മുടെ നിർദ്ദേശാനുസരണം നേർവഴി കാണിച്ചു കൊടുക്കുന്ന നേതാക്കന്മാരാക്കി. നാം അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കാനും സക്കാത്തു നൽകാനും നിർദ്ദേശം നൽകി. അവരൊക്കെ നമുക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു. وَلُوطًا آتَيْنَاهُ حُكْمًا وَعِلْمًا وَنَجَّيْناهُ مِنَ الْقَرْيَةِ الَّتِي كَانَتْ تَعْمَلُ الْخَبَائِثَ إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَاسِقِينَ. ലൂത്തിന് നാം വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകി. നീചവൃത്തികൾ നടന്നിരുന്ന നാട്ടിൽ നിന്ന് നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അന്നാട്ടുകാർ ദുഷിച്ച തമാടികളായ ജനമായിരുന്നു. وَأَدْخَلْنَاهُ فِي رَحْمَتِنَا إِنَّهُ مِنَ الصَّالِحِينَ. ലൂത്തിനെ നാം നമ്മുടെ കാരുണ്യവലയത്തിൽ ഉൾപ്പെടുത്തി. തീർച്ച അദ്ദേഹം
സച്ചരിതനായിരുന്നു. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. നൂഹിന്റെ കാര്യവും ഓർക്കുക. ഇവർക്കെല്ലാം മുമ്പേ അദ്ദേഹം നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ച കാര്യം. അങ്ങനെ നാം അദ്ദേഹത്തിന് ഉത്തരം നൽകി, അദ്ദേഹത്തെയും കുടുംബത്തെയും കൊടും ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. وَنَصَرْنَاهُ مِنَ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا إِنَّهُمْ كَانُوا قَوْمَ سَوْءٍ فَأَغْرَقْنَاهُمْ أَجْمَعِينَ. നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തിനെതിരെ നാം അദ്ദേഹത്തെ തുണച്ചു. തീർച്ചയായും അവർ പറ്റേ ദുഷിച്ച ജനതയായിരുന്നു. അതിനാൽ അവരെ ഒന്നടങ്കം നാം മുക്കിയൊടുക്കി. وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ. ദാവൂദിന്റെയും സുലൈമാന്റെയും കാര്യം ഓർക്കുക. അവരിരുവരും ഒരു കൃഷിയിടത്തിന്റെ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിച്ച കാര്യം. ഒരു കൂട്ടരുടെ ആടുകൾ കൃഷിയിടത്തിൽ കടന്ന് വിള തിന്നു. അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു. فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ وَالطَّيْرَ وَكُنَّا فَاعِلِينَ. അന്നേരം സുലൈമാന് നാം കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊടുത്തു. അവരിരുവർക്കും നാം വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകി. ദാവൂദിനോടൊപ്പം ദൈവത്തെ കീർത്തനം ചെയ്യുന്ന പർവ്വതങ്ങളെയും പറവകളെയും നാം അധീനപ്പെടുത്തിക്കൊടുത്തു. നാമാണിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. وَعَلَّمْنَاهُ صَنْعَةَ لَبُوسٍ لَكُمْ لِتُحْصِنَكُمْ مِنْ بَأْسِكُمْ فَهَلْ أَنْتُمْ شَاكِرُونَ. നിങ്ങൾക്ക് വേണ്ടി നാം അദ്ദേഹത്തിന് പടയങ്കി നിർമ്മാണം പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളെ യുദ്ധവിപത്തുകളിൽ നിന്ന് രക്ഷിക്കാനാണത്. എന്നിട്ടും നിങ്ങൾ നന്ദിയുള്ളവരാണോ? وَلِسُلَيْمَانَ الرِّيحَ عَاصِفَةً تَجْرِي بِأَمْرِهِ إِلَى الْأَرْضِ الَّتِي بَارَكْنَا فِيهَا وَكُنَّا بِكُلِّ شَيْءٍ عَالِمِينَ. സുലൈമാന് നാം ആഞ്ഞു വീശുന്ന കാറ്റിനെയും അധീനപ്പെടുത്തിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കൽപ്പനപ്രകാരം നാം അനുഗ്രഹങ്ങൾ ഒരുക്കിവെച്ച നാട്ടിലേക്ക് അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാര്യത്തെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് നാം. وَمِنَ الشَّيَاطِينِ مَن يَغُوصُونَ لَهُ وَيَعْمَلُونَ عَمَلًا دُونَ ذَلِكَ وَكُنَّا لَهُمْ حَافِظِينَ. പിശാചുക്കളിൽ നിന്ന് ചിലരെയും നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തിക്കൊടുത്തു. അവർ അദ്ദേഹത്തിന് വേണ്ടി വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. കൂടാതെ മറ്റു പല ജോലികളും ചെയ്യുന്നവരുമായിരുന്നു. നാമാണവർക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത്. وَأَيُّوبَ إِذْ نَادَى رَبَّهُ أَنِّي مَسَّنِيَ الضُّرُّ وَأَنْتَ أَرْحَمُ الراحمين. അയ്യൂബ് തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം ഓർക്കുക. എന്നെ ദുരിതം ബാധിച്ചിരിക്കുന്നു. നീ കരുണയുള്ളവരിൽ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരമേകി. അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുരിതം ദൂരീകരിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് നാം തന്റെ കുടുംബത്തെ നൽകി. അവരോടൊപ്പം അത്രയും പേരെ വേറെയും കൊടുത്തു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമായാണത്. വഴിപ്പെടുന്നവർക്ക് ഒരോർമ്മപ്പെടുത്തലും. وإسماعيل وإدريس وذا الكفل كل من الصابرين. ഇസ്മായിലിന്റെയും ഇദ്രീസിന്റെയും
ദുൽകിഫിലിന്റെയും കാര്യവും ഓർക്കുക. അവരൊക്കെ ഏറെ ക്ഷമാലുക്കളായിരുന്നു. وأدخلناهم في رحمتنا إنهم من الصالحين. അവരെയെല്ലാം നാം നമ്മുടെ അനുഗ്രഹത്തിൽ ഉൾപ്പെടുത്തി. അവരെല്ലാവരും സച്ചരിതരായിരുന്നു. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ദുന്നൂൻ കുപിതനായി പോയ കാര്യം ഓർക്കുക. നാം പിടികൂടുകയില്ലെന്ന് അദ്ദേഹം കരുതി. അതിനാൽ കൂരിരുളുകളിൽ വെച്ച് അദ്ദേഹം കേണപേക്ഷിച്ചു, നീയല്ലാതെ ദൈവമില്ല, നീ എത്ര പരിശുദ്ധൻ, സംശയമില്ല, ഞാൻ അതിക്രമിയായിരിക്കുന്നു. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അന്നേരം നാം അദ്ദേഹത്തിന് ഉത്തരമേകി അദ്ദേഹത്തെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇவ்விധം നാം സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നു. وزكريا إذ نادى ربه رب لا تذرني فردا وأنت خير الوارثين. സക്കരിയ തന്റെ നാഥനെ വിളിച്ചു പ്രാർത്ഥിച്ച കാര്യം ഓർക്കുക. എന്റെ നാഥ, നീ എന്നെ ഒറ്റയാനായി വിടരുതേ, നീയാണല്ലോ അനന്തരമെടുക്കുന്നവരിൽ അത്യുത്തമൻ. فاستجبنا له ووهبنا له يحيى وأصلحنا له زوجه إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين. അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരമേകി യഹ്യായെ സമ്മാനമായി കൊടുത്തു. അദ്ദേഹത്തിന്റെ പത്നിയെ നാം അതിന് പ്രാപ്തയാക്കി. തീർച്ചയായും അവർ നല്ല കാര്യങ്ങളിൽ ആവേശം കാണിക്കുന്നവരായിരുന്നു. പേടിയോടെയും പ്രതീക്ഷയോടെയും നമ്മോട് പ്രാർത്ഥിക്കുന്നവരും താഴ്മ കാണിക്കുന്നവരുമായിരുന്നു. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. തന്റെ ചാരിത്രശുദ്ധി സൂക്ഷിച്ചവളുടെ കാര്യം ഓർക്കുക. അങ്ങനെ നാം അവളിൽ നമ്മുടെ ആത്മാവിൽ നിന്ന് ഊതി അവളെയും അവളുടെ മകനെയും ലോകർക്ക് തെളിഞ്ഞ അടയാളമാക്കുകയും ചെയ്തു. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. നിങ്ങളുടെ ഈ സമുദായം സത്യത്തിൽ ഒരൊറ്റ സമുദായമാണ്. ഞാൻ നിങ്ങളുടെ നാഥനും. അതിനാൽ നിങ്ങൾ എനിക്ക് മാത്രം വഴിപ്പെടുക. وتقطعوا أمرهم بينهم كل إلينا راجعون. എന്നാൽ അവർ തങ്ങളുടെ മതകാര്യത്തിൽ നിരവധി ചേരികളായി. അറിയുക, എല്ലാവരും നമ്മിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്. فمن يعمل من الصالحات وهو مؤمن فلا كفران لسعيه وإنا له كاتبون. സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവന്റെ കർമ്മഫലം പാഴാവുകയില്ല. ഉറപ്പായും നാം അത് രേഖപ്പെടുത്തുന്നുണ്ട്. وحرام على قرية أهلكناها أنهم لا يرجعون. നാം ഒരു നാടിനെ നശിപ്പിച്ചാൽ അവർ പിന്നെയൊരിക്കലും അവിടേക്ക് തിരിച്ചു വരില്ല. حتى إذا فتحت يأجوج ومأجوج وهم من كل حدب ينسلون. യജൂജ് മഅജൂജ് ജനവിഭാഗങ്ങൾക്ക് ഒരു വഴി തുറന്നു കിട്ടും വരെ, അങ്ങനെ അവർ എല്ലാ കുന്നിൻപുറങ്ങളിൽ നിന്നും കുതിച്ചിറങ്ങി വരും വരെയും.
واقترب الوعد الحق فإذا هي شاخصة أبصار الذين كفروا يا ويلنا قد كنا في غفلة من هذا بل كنا ظالمين. ആ സത്യവാഗ്ദാനം അടുത്തുവരുന്നതുവരെയും അപ്പോൾ സത്യനിഷേധികളുടെ കണ്ണുകൾ തുറിച്ചു നിൽക്കും. അവരിങ്ങനെ വിലപിക്കും, ഞങ്ങളുടെ ഭാഗ്യദോഷം, ഞങ്ങൾ ഇതേക്കുറിച്ച് തീർത്തും അശ്രദ്ധരായിരുന്നു, ഞങ്ങൾ അക്രമികളായിപ്പോയല്ലോ. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ അൻതും ലഹാ വാരിദൂൻ. തീർച്ചയായും നിങ്ങളും അല്ലാഹുവെ വിട്ട് നിങ്ങൾ പൂജിക്കുന്നവരും നരകത്തീയിലെ വിറകാണ്. നിങ്ങളെല്ലാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ലൗ കാന ഹൗലാഇ ആലിഹതൻ മാ വറദൂഹാ വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ. യഥാർത്ഥത്തിൽ അവർ ദൈവങ്ങളായിരുന്നുവെങ്കിൽ ഈ നരകത്തീയിൽ വന്നെത്തുമായിരുന്നില്ല. എന്നാൽ ഓർക്കുക, അവരെല്ലാം അവിടെ നിത്യവാസികളായിരിക്കും. ലഹും ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. അവർക്കവിടെ ആർത്തനാദമാണുണ്ടാവുക, അതല്ലാതൊന്നും കേൾക്കാനാവില്ല. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ. എന്നാൽ നേരത്തെ തന്നെ നമ്മിൽ നിന്ന് നന്മ ലഭിച്ചവർ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും. ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇശ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. അവരതിന്റെ നേരിയ ശബ്ദം പോലും കേൾക്കില്ല. അവർ എന്നെന്നും തങ്ങളുടെ മനസ്സിഷ്ടപ്പെടുന്ന സുഖാസ്വാദ്യതകളിലായിരിക്കും. لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون. ആ മഹാസംഭ്രമം അവരെ ഒട്ടും ദുഃഖിതരാക്കുകയില്ല. മലക്കുകൾ അവരെ സ്വീകരിച്ച് എതിരേൽക്കും. മലക്കുകൾ അവർക്കിങ്ങനെ സ്വാഗതമോതുകയും ചെയ്യും. നിങ്ങളോട് വാഗ്ദാനം ചെയ്ത ആ മോഹന ദിനമാണിത്. يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. പുസ്തകത്താളുകൾ ചുരുട്ടും പോലെ ആകാശത്തെ നാം ചുരുട്ടിക്കൂട്ടുന്ന ദിനമാണത്. നാം സൃഷ്ടി ആദ്യം ആരംഭിച്ച പോലെ തന്നെ അത് ആവർത്തിക്കും. വാഗ്ദാനം വഴി ഇത് നമ്മുടെ ബാധ്യതയായിരിക്കുന്നു. നാം അത് നടപ്പാക്കുക തന്നെ ചെയ്യും. وَلَقَدْ كَتَبْنَا فِي الزَّبُورِ مِن بَعْدِ الذِّكْرِ أَنَّ الْأَرْضَ يَرِثُهَا عِبَادِيَ الصَّالِحُونَ. സബൂറിൽ ഉദ്ബോധനത്തിനു ശേഷം നാം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഭൂമിയുടെ പിന്തുടർച്ചാവകാശം സച്ചരിതരായ എന്റെ ദാസന്മാർക്കായിരിക്കും. ഇന്ന ഫീ ഹാദാ ലബലാഗൻ ലിഖൗമിൻ ആബിദീൻ. തീർച്ചയായും ഇതിൽ അല്ലാഹുവെ വഴിപ്പെടുന്ന ജനത്തിന് മഹത്തായ സന്ദേശമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്കാകെ അനുഗ്രഹമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹുൻ വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. പറയുക, എനിക്ക് ബോധനമായി കിട്ടിയതിതാണ്: നിങ്ങളുടെ ദൈവം ഏകനായ അല്ലാഹു മാത്രമാണ്. എന്നിട്ടും നിങ്ങൾ മുസ്ലിങ്ങളാവുന്നില്ലേ? تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون. ഇനിയും അവർ പിന്തിരിയുകയാണെങ്കിൽ പറയുക,
ഞാൻ നിങ്ങൾക്കെല്ലാം ഒരേപോലെ അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അടുത്തോ അകലെയോ എന്നെനിക്കറിയുകയില്ല. ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ. എന്നാൽ നിങ്ങൾ ഉറക്കെ പറയുന്നതും മറച്ചുവെക്കുന്നതും തീർച്ചയായും അല്ലാഹു അറിയും. വഇൻ അദ്രി ലഅല്ലഹു ഫിത്നതുൻ ലക്കും വമതാഉൻ ഇലാ ഹീൻ. എനിക്കറിഞ്ഞുകൂടാ, ഒരു വേള ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമായേക്കാം. ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് സുഖാസ്വാദനത്തിനുള്ള അവസരം നൽകിയതുമാവാം. ഖാല റബ്ബിഹ്കും ബിൽ ഹഖ് വറബ്ബുനർ റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. പ്രവാചകൻ പറഞ്ഞു, എന്റെ നാഥ, നീ സത്യം പോലെ വിധി കൽപ്പിക്കുക. ഞങ്ങളുടെ നാഥൻ പരമകാരുണികനാണ്. നിങ്ങൾ പറഞ്ഞു പരത്തുന്നതിനെതിരെ ഞങ്ങൾക്ക് സഹായ. അധ്യായം 22. അൽ ഹജ്ജ്. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 78. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഉറപ്പായും അന്ത്യനാളിന്റെ പ്രകമ്പനം അതിഭയങ്കരം തന്നെ. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅതിൻ അമ്മാ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നിങ്ങൾ അത് കാണും നാളിലെ അവസ്ഥയോ? മുലയൂട്ടുന്ന മാതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കും. ഗർഭിണികൾ പ്രസവിച്ചു പോകും. ജനങ്ങളെ ലഹരിബാധിതരെ പോലെ നിനക്കന്ന് കാണാം. യഥാർത്ഥത്തിൽ അവർ ലഹരിബാധിതരല്ല. എന്നാൽ അല്ലാഹുവിന്റെ ശിക്ഷ അത്രമാത്രം ഘോരമായിരിക്കും. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَيَتَّبِعُ كُلَّ شَيْطَانٍ مَرِيدٍ. ഒന്നുമറിയാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ധിക്കാരിയായ ഏതു ചെകുത്താനെയും അവർ പിൻപറ്റുന്നു. كُتِبَ عَلَيْهِ أَنَّهُ مَن تَوَلَّاهُ فَأَنَّهُ يُضِلُّهُ وَيَهْدِيهِ إِلَى عَذَابِ السَّعِيرِ. ചെകുത്താന്റെ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ആർ ചെകുത്താനെ മിത്രമായി സ്വീകരിക്കുന്നുവോ അയാളെ അവൻ പിഴപ്പിക്കും, നരകശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا
وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. മനുഷ്യരെ, ഉയിർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ഒന്നോർത്തു നോക്കൂ. തീർച്ചയായും ആദിയിൽ നാം നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്, പിന്നെ ബീജത്തിൽ നിന്ന്, പിന്നെ ഭ്രൂണത്തിൽ നിന്ന്, പിന്നെ രൂപമണിഞ്ഞതും അല്ലാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്ന്. നാം ഇത് വിവരിക്കുന്നത് നിങ്ങൾക്ക് കാര്യം വ്യക്തമാക്കിത്തരാനാണ്. നാം ഇച്ഛിക്കുന്നതിനെ ഒരു നിശ്ചിത അവധി വരെ ഗർഭാശയത്തിൽ സൂക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ നാം ശിശുക്കളായി പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് നിങ്ങൾ യൗവനം പ്രാപിക്കും വരെ നിങ്ങളെ വളർത്തുന്നു. നിങ്ങളിൽ ചിലരെ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കുന്നു. എല്ലാം അറിയാവുന്ന അവസ്ഥയ്ക്ക് ശേഷം ഒന്നും അറിയാത്ത സ്ഥിതിയിലെത്തുമാറ് അവശമായ പ്രായാധിക്യത്തിലേക്ക് തള്ളപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ട് ചത്തു കിടക്കുന്നത് നിനക്ക് കാണാം. പിന്നെ നാം അതിൽ മഴ വീഴ്ത്തിയാൽ അത് തുടിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. കൗതുകമുണർത്തുന്ന സകലയിനം ചെടികളെയും മുളപ്പിക്കുന്നു. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. അല്ലാഹു തന്നെയാണ് പരമസത്യമെന്നതാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. അവൻ മരിച്ചവരെ ജീവിപ്പിക്കും. എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണവൻ. وَأَنَّ السَّاعَةَ آتِيَةٌ لَا رَيْبَ فِيهَا وَأَنَّ اللَّهَ يَبْعَثُ مَن فِي الْقُبُورِ. അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും, അതിൽ സംശയം വേണ്ട. കുഴിമാടങ്ങളിലുള്ളവരെയെല്ലാം അല്ലാഹു ഉയിർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. എന്തെങ്കിലും അറിവോ വഴികാട്ടിയോ വെളിച്ചം നൽകുന്ന വേദപുസ്തകമോ ഇല്ലാതെ അല്ലാഹുവിന്റെ കാര്യത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. പിരടി ചെരിച്ച് ഹുങ്ക് കാട്ടുന്നവനാണവൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനാണ് അവൻ ഇങ്ങനെ ചെയ്യുന്നത്. ഉറപ്പായും അവന് ഇഹലോകത്ത് നിന്ദ്യതയാണുണ്ടാവുക. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനെ ചുട്ടരിക്കുന്ന ശിക്ഷ ആസ്വദിപ്പിക്കും. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. നിന്റെ കൈകൾ നേരത്തെ നേടിവച്ചതിന്റെ ഫലമാണിത്. അല്ലാഹു തന്റെ ദാസന്മാരോട് അനീതി കാട്ടുന്നവനല്ല. وَمِنَ النَّاسِ مَن يَعْبُدُ اللَّهَ عَلَى حَرْفٍ فَإِنْ أَصَابَهُ خَيْرٌ اطْمَأَنَّ بِهِ وَإِنْ أَصَابَتْهُ فِتْنَةٌ انقَلَبَ عَلَى وَجْهِهِ خَسِرَ الدُّنْيَا وَالْآخِرَةَ ذَلِكَ هُوَ الْخُسْرَانُ الْمُبِينُ. ഓരത്ത് നിന്ന് അല്ലാഹുവിന് വഴിപ്പെടുന്ന ചിലരുണ്ട്. നേട്ടം വല്ലതും കിട്ടുകയാണെങ്കിൽ അതിലവൻ സമാധാനമടയും. വല്ല വിപത്തും വന്നാലോ അപ്പോഴവൻ തിരിഞ്ഞുകളയും. അവന് ഇഹവും പരവും നഷ്ടപ്പെട്ടതു തന്നെ. പ്രകടമായ നഷ്ടവും ഇതത്രേ. يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد. അല്ലാഹുവെ വിട്ട് തനിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനാവാത്ത വസ്തുക്കളെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുതന്നെയാണ് കൊടിയ വഴികേട്. يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير.
ആരുടെ ഉപദ്രവം അവന്റെ ഉപകാരത്തെക്കാൾ അടുത്തതാണോ അവരെയാണ് അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവന്റെ രക്ഷകൻ എത്ര ചീത്ത, എത്ര വിലകെട്ട കൂട്ടുകാരൻ. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. മൻ കാന യظുന്നു അൻ ലൻ യൻസുറഹു അല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറതി ഫൽയംദുദ് ബിസബബിൻ ഇലസ് സമാഇ فليمدد بسبب إلى السماء ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. ഇഹത്തിലും പരത്തിലും പ്രവാചകന് അല്ലാഹു സഹായിക്കുകയില്ലെന്ന് കരുതുന്നവൻ ആകാശത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടിയിട്ട് ആ സഹായം മുറിച്ചു കളയട്ടെ. എന്നിട്ട് തന്നെ വെറുപ്പ് പിടിപ്പിക്കുന്ന അക്കാര്യം ഇല്ലാതാക്കാൻ തന്റെ തന്ത്രം കൊണ്ട് സാധിക്കുമോ എന്ന് അവനൊന്നു നോക്കട്ടെ. وَكَذَلِكَ أَنزَلْنَاهُ آيَاتٍ بَيِّنَاتٍ وَأَنَّ اللَّهَ يَهْدِي مَن يُرِيدُ. ഇவ்விധം പ്രകടമായ തെളിവുകളുമായി നാം ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. അല്ലാഹു അവനിച്ഛിക്കുന്നവരെ നേർവഴിയിൽ നയിക്കുന്നു. ഇന്നല്ലദീന ആമനൂ വല്ലദീന ഹാദൂ വസ്സാബിഈന വന്നസാറാ വൽമജൂസ വല്ലദീന അശ്റകൂ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമഹ് ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ്. സത്യവിശ്വാസികൾ, യഹൂദർ, സാബികൾ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, ബഹുദൈവ വിശ്വാസികൾ എന്നിവർക്കിടയിൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സകല സംഗതികൾക്കും സാക്ഷിയാകുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم ഇന്നല്ലാഹ യഫ്അലു മാ യശാ. ആകാശങ്ങളിലുള്ളവർ, ഭൂമിയിലുള്ളവർ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മലകൾ, മരങ്ങൾ, ജീവജാലങ്ങൾ, എണ്ണമറ്റ മനുഷ്യർ എല്ലാം അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? കുറെ പേർ ദൈവശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു. അല്ലാഹു ആരെയെങ്കിലും അപമാനിതനാക്കുകയാണെങ്കിൽ അയാളെ ആദരണീയനാക്കാൻ ആർക്കുമാവില്ല. സംശയം വേണ്ട, അല്ലാഹു അവനിച്ഛിക്കുന്നത് ചെയ്യുന്നു. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാരി യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. തങ്ങളുടെ നാഥന്റെ കാര്യത്തിൽ തർക്കത്തിലേർപ്പെട്ട രണ്ടു കക്ഷികളാണിത്. എന്നാൽ സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് തീയാലുള്ള തുണി മുറിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ തലയ്ക്കുമീതെ തിളച്ച വെള്ളമൊഴിക്കും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്. അതുവഴി അവരുടെ വയറ്റിലുള്ളതും തൊലിയും ഉരുകിപ്പോകും. വലഹും മഖാമിഉ മിൻ ഹദീദ്. അവർക്കെതിരെ ഇരുമ്പുദണ്ഡുകൾ പ്രയോഗിക്കും.
كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق. അവർ ആ നരകത്തീയിൽ നിന്ന് കൊടും ക്ലേശം കാരണം പുറത്തു പോകാൻ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവരെ അതിലേക്ക് തന്നെ തിരിച്ചയക്കും. കരിച്ചു കളയുന്ന ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അല്ലാഹു താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അവരെ അവിടെ സ്വർണവളകളും മുത്തും അണിയിക്കും. അവരുടെ വസ്ത്രങ്ങൾ മിനുത്ത പട്ടുകൊണ്ടുള്ളവയായിരിക്കും. ഏറ്റവും ഉത്കൃഷ്ടമായ വചനത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടത്. സ്തുത്യർഹനായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കാണ് അവർ ആനയിക്കപ്പെട്ടത്. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹി വൽ മസ്ജിദിൽ ഹറാമില്ലദീ ജഅൽനാഹു ലിന്നാസ് والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. സത്യത്തെ തള്ളിപ്പറയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർ ശിക്ഷാർഹരാണ്. നാം സർവ്വജനത്തിനുമായി നിർമ്മിച്ചുവെച്ചതും തദ്ദേശീയർക്കും പരദേശികൾക്കും തുല്യാവകാശമുള്ളതുമായ മസ്ജിദുൽ ഹറാമിലേക്കുള്ള പ്രവേശനത്തിന് വിലക്കേർപ്പെടുത്തിയവരും ശിക്ഷാർഹർ തന്നെ. അവിടെ വെച്ച് അന്യായമായി അധർമ്മം കാട്ടാൻ ഉദ്ദേശിക്കുന്നവരെ നാം വേദനയുറ്റ ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. وَإِذْ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِيَ لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَّعِ السُّجُودِ. ഇബ്രാഹീമിന് നാം കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം ഒന്നിനെയും എന്റെ പങ്കാളിയാക്കരുതെന്ന് നാം നിർദ്ദേശിച്ചു. ത്വവാഫ് ചെയ്യുന്നവർക്കും നിന്നു നമസ്കരിക്കുന്നവർക്കും റുകൂഅ് ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും വേണ്ടി എന്റെ ആ മന്ദിരം ശുദ്ധമാക്കി വെക്കണമെന്ന്. وَأَذِّن فِي النَّاسِ بِالْحَجِّ يَأْتُوكَ رِجَالًا وَعَلَى كُلِّ ضَامِرٍ يَأْتِينَ مِنْ كُلِّ فَجٍّ عَمِيقٍ. ഹജ്ജിനായി നീ ജനങ്ങൾക്കിടയിൽ പൊതുവിളംബരം നടത്തുക. ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ കാൽനടയായും മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും നിന്റെ അടുത്തു വന്നെത്തും. لِيَشْهَدُوا مَنَافِعَ لَهُمْ وَيَذْكُرُوا اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَكُلُوا مِنْهَا وَأَطْعِمُوا الْبَائِسَ الْفَقِيرَ. അവിടെ അവർ തങ്ങൾക്കുപകരിക്കുന്ന രംഗങ്ങളിൽ സന്നിഹിതരാകാൻ അല്ലാഹു അവർക്കേകിയ മൃഗങ്ങളെ ചില നിർണിത ദിവസങ്ങളിൽ അവന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കും. ആ ബലിമാംസം നിങ്ങൾ തിന്നുക.
പ്രയാസക്കാർക്കും പാവങ്ങൾക്കും തിന്നാൻ കൊടുക്കുക. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. പിന്നീടവർ തങ്ങളുടെ അഴുക്കുകൾ നീക്കിക്കളയട്ടെ, നേർച്ചകൾ നിറവേറ്റട്ടെ, ആ പുരാതന കഅബ മന്ദിരത്തെ ചുറ്റട്ടെ. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. അല്ലാഹുവിന്റെ കൽപ്പനയാണിത്. അല്ലാഹു ആദരണീയമാക്കിയവയെ അംഗീകരിച്ചാദരിക്കുന്നവന് തന്റെ നാഥന്റെ അടുക്കലത് ഏറെ ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് ഖുർആനിലൂടെ വിവരിച്ചു തന്നതൊഴികെയുള്ള നാൽക്കാലികൾ നിങ്ങൾക്ക് അനുവദനീയമാണ്. അതിനാൽ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക, വ്യാജവാക്കുകൾ വർജിക്കുക. حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ ഉറച്ച മനസ്സോടെ അവനിലേക്ക് തിരിയുക. അല്ലാഹുവിന് പങ്കാളികളെ കൽപ്പിക്കുന്നവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ്. അങ്ങനെ പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കുന്നു, അല്ലെങ്കിൽ കാറ്റ് അവനെ ഏതെങ്കിലും വിദൂരദിക്കിൽ കൊണ്ടുപോയി തള്ളുന്നു. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. കാര്യമിതാണ്, ആരെങ്കിലും അല്ലാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നുവെങ്കിൽ അത് ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. ഒരു നിശ്ചിത അവധി വരെ ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്കുപയോഗിക്കാം. പിന്നീട് അതിന്റെ ബലിസ്ഥലം ആ പുണ്യപുരാതന കഅബ മന്ദിരത്തിങ്കലാണ്. وَلِكُلِّ أُمَّةٍ جَعَلْنَا مَنسَكًا لِيَذْكُرُوا اسْمَ اللَّهِ عَلَى مَا رَزَقَهُم مِّن بَهِيمَةِ الْأَنْعَامِ فَإِلَٰهُكُمْ إِلَٰهٌ وَاحِدٌ فَلَهُ أَسْلِمُوا وَبَشِّرِ الْمُخْبِتِينَ. ഓരോ സമുദായത്തിനും നാം ഓരോ ബലിനിയമം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്കേകിയ കന്നുകാലികളിൽ അവന്റെ നാമമുച്ചരിച്ച് അറുക്കാൻ വേണ്ടിയാണിത്. നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു. അതിനാൽ നിങ്ങൾ അവനു മാത്രം വഴിപ്പെടുക. വിനയം കാണിക്കുന്നവരെ സന്തോഷവാർത്ത അറിയിക്കുക. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. അല്ലാഹുവെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയങ്ങൾ ഭയചകിതരാകുന്നവരാണവർ. ഏത് വിപത്ത് വേളകളിലും ക്ഷമയവലംബിക്കുന്നവരും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ്. وَالْبُدْنَ جَعَلْنَاهَا لَكُم مِّن شَعَائِرِ اللَّهِ لَكُمْ فِيهَا خَيْرٌ فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها وأطعموا القانع والمعتر
كذلك سخرناها لكم لعلكم تشكرون. ബലിയൊട്ടകങ്ങളെ നാം നിങ്ങൾക്കുള്ള ദൈവിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നിശ്ചയമായും നിങ്ങൾക്കവയിൽ നന്മയുണ്ട്. അതിനാൽ നിങ്ങൾ അവയെ അണിയായി നിർത്തി അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബലിയർപ്പിക്കുക. അങ്ങനെ പാർശ്വങ്ങളിലേക്ക് അവ വീണുകഴിഞ്ഞാൽ നിങ്ങൾ അവയുടെ മാംസം ഭക്ഷിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തരായി കഴിയുന്നവനെയും ചോദിച്ചു വരുന്നവനെയും തീറ്റിക്കുക. അവയെ നാം നിങ്ങൾക്ക് ഇவ்விധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾ നന്ദി കാണിക്കാനാണിത്. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم. كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. അവയുടെ മാംസമോ രക്തമോ അല്ലാഹുവെ പ്രാപിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിലെത്തിച്ചേരുന്നത് നിങ്ങളുടെ ഭക്തിയാണ്. അവൻ നിങ്ങൾക്കവയെ അവ്വിധം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അല്ലാഹു നിങ്ങളെ നേർവഴിയിലാക്കിയതിന് നിങ്ങൾ അവന്റെ മഹത്വം കീർത്തിക്കാൻ വേണ്ടിയാണത്. സച്ചരിതരെ നീ ശുഭവാർത്ത അറിയിക്കുക. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. സത്യവിശ്വാസികളെ അല്ലാഹു സംരക്ഷിച്ചു നിർത്തുക തന്നെ ചെയ്യും. തീർച്ചയായും നന്ദികെട്ട ചതിയന്മാരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. യുദ്ധത്തിനിരയായവർക്ക് തിരിച്ചടിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. കാരണം അവർ മർദ്ദിതരാണ്. ഉറപ്പായും അല്ലാഹു അവരെ സഹായിക്കാൻ പോന്നവൻ തന്നെ. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. സ്വന്തം വീടുകളിൽ നിന്ന് അന്യായമായി ഇറക്കപ്പെട്ടവരാണവർ. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതല്ലാതെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അല്ലാഹു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് പ്രതിരോധിക്കുന്നില്ല എങ്കിൽ ദൈവനാമം ധാരാളമായി സ്മരിക്കപ്പെടുന്ന സന്യാസി മഠങ്ങളും ചർച്ചുകളും സെനഗോഗുകളും മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നവരെ ഉറപ്പായും അല്ലാഹു സഹായിക്കും. അല്ലാഹു സർവശക്തനും ഏറെ പ്രതാപിയും തന്നെ. الذين إن مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. ഭൂമിയിൽ നാം അധികാരം നൽകുകയാണെങ്കിൽ അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കും, സക്കാത്ത് നൽകും, നന്മ കൽപ്പിക്കും, തിന്മ തടയും. കാര്യങ്ങളുടെ അന്തിമമായ തീരുമാനം അല്ലാഹുവിൻ്റെതാണ്. وَإِن يُكَذِّبُوكَ فَقَدْ كَذَّبَتْ قَبْلَهُمْ قَوْمُ نُوحٍ وَعَادٌ وَثَمُودَ. അവർ നിന്നെ കള്ളമാക്കി തള്ളിപ്പറയുന്നുവെങ്കിൽ അറിയുക, അവർക്ക് മുമ്പ് ഇതുപോലെ നൂഹിന്റെ ജനതയും ആദും സമൂദും പ്രവാചകന്മാരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. وَقَوْمُ إِبْرَاهِيمَ وَقَوْمُ لُوطٍ. ഇബ്രാഹീമിന്റെ ജനതയും ലൂത്തിന്റെ ജനതയും അതുതന്നെ ചെയ്തു. وَأَصْحَابُ مَدْيَنَ
وكذب موسى فأمليت للكافرين ثم أخذتهم فكيف كان نكير. മദിയൻ നിവാസികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. മൂസയെയും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. പിന്നെ നാം അവരെ പിടികൂടി. അപ്പോൾ എന്റെ ശിക്ഷ എവ്വിധമായിരുന്നുവെന്നോ. فكأين من قرية أهلكناها وهي ظالمة فهي خاوية على عروشها وبئر معطلة وقصر مشيد. എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്. അന്നാട്ടുകാർ കൊടിയ അക്രമികളായിരുന്നു. അവർ തങ്ങളുടെ വീടുകളുടെ മേൽപ്പുരകളോടെ തകർന്നടിഞ്ഞു. എത്രയെത്ര കിണറുകളാണ് ഉപയോഗശൂന്യമായി തീർന്നത്. എത്രയേറെ കൂറ്റൻ കോട്ടകളാണ് നിലം പൊത്തിയത്. أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. അവർ ഈ ഭൂമിയിൽ സഞ്ചരിക്കാറില്ലേ? എങ്കിൽ അവർക്ക് ചിന്തിക്കുന്ന മനസ്സുകളും കേൾക്കുന്ന കാതുകളുമുണ്ടാകുമായിരുന്നു. സത്യത്തിൽ അന്ധത ബാധിക്കുന്നത് കണ്ണുകളെയല്ല, നെഞ്ചകങ്ങളിലെ മനസ്സുകളെയാണ്. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. അവർ നിന്നോട് ശിക്ഷ വന്നു കിട്ടാൻ ധൃതി കൂട്ടുന്നു. അല്ലാഹു തന്റെ വാഗ്ദാനം തെറ്റിക്കുകയില്ല. നിന്റെ നാഥന്റെ അടുത്ത് ഒരു നാളെന്നത് നിങ്ങൾ എണ്ണും പോലുള്ള 1000 കൊല്ലങ്ങൾക്ക് തുല്യമാണ്. وَكَأَيٍّ مِّن قَرْيَةٍ أَمْلَيْتُ لَهَا وَهِيَ ظَالِمَةٌ ثُمَّ أَخَذْتُهَا وَإِلَيَّ الْمَصِيرُ. അക്രമത്തിലാണ്ടുപോയിട്ടും എത്രയോ നാടുകൾക്ക് നാം സമയം നീട്ടിക്കൊടുത്തു. പിന്നെ നാം അവയെ പിടികൂടി. എല്ലാം തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തേക്ക് തന്നെ. قُلْ يَا أَيُّهَا النَّاسُ إِنَّمَا أَنَا لَكُمْ نَذِيرٌ مُبِينٌ. പറയുക, ജനങ്ങളെ, നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകാൻ വന്നവൻ മാത്രമാണ് ഞാൻ. فالذين آمنوا وعملوا الصالحات لهم مغفرة ورزق كريم. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് പാപമോചനമുണ്ട്, മാന്യമായ ഉപജീവനവും. والذين سعوا في آياتنا معاجزين أولئك أصحاب الجحيم. നമ്മുടെ വചനങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നരകാവകാശികൾ. وما أرسلنا من قبلك من رسول ولا نبي إلا إذا تمنى ألقى الشيطان في أمنيته فينسخ الله ما يلقي الشيطان ثم يحكم الله آياته والله عليم حكيم. നിനക്ക് മുമ്പ് നാം ഒരു ദൂതനെയും പ്രവാചകനെയും അയച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പാരായണവേളയിൽ പിശാച് അതിൽ ഇടപെടാൻ ശ്രമിച്ചിട്ടല്ലാതെ. എന്നാൽ അല്ലാഹു പിശാചിന്റെ എല്ലാ ഇടപെടലുകളെയും തുടച്ചു മാറ്റുന്നു. അങ്ങനെ തന്റെ വചനങ്ങളെ ഭദ്രമാക്കുന്നു.
അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد. മനസ്സിൽ ദീനം ബാധിച്ചവർക്കും ഹൃദയങ്ങൾ കടുത്തുപോയവർക്കും പിശാചിന്റെ ഇടപെടലിനെ അല്ലാഹു ഒരു പരീക്ഷണമാക്കുകയാണ്. ഉറപ്പായും അക്രമികൾ ധിക്കാരപരമായ മാത്സര്യത്തിൽ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നു. وَلِيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ قُلُوبُهُمْ وَإِنَّ اللَّهَ لَهَادِ الَّذِينَ آمَنُوا إِلَى صِرَاطٍ مُسْتَقِيمٍ. അതോടൊപ്പം ജ്ഞാനം ലഭിച്ചവർ അത് നിന്റെ നാഥനിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അവരതിൽ വിശ്വസിക്കാനും തങ്ങളുടെ ഹൃദയങ്ങളെ അതിന് കീഴ്പ്പെടുത്താനുമാണ്. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളെ നേർവഴിക്ക് നയിക്കുന്നവനാണ്. ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم. എന്നാൽ സത്യനിഷേധികൾ അതേക്കുറിച്ച് സദാ സംശയത്തിലായിരിക്കും. പെട്ടെന്ന് അന്ത്യസമയം ആസന്നമാകും വരെ അത് തുടരും. അല്ലെങ്കിൽ ഒരു ദുർദിനത്തിലെ ശിക്ഷ അവർക്ക് വന്നെത്തും വരെ. الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم. അന്നാളിൽ അധികാരമൊക്കെ അല്ലാഹുവിനായിരിക്കും. അവൻ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ അനുഗ്രഹപൂർണമായ സ്വർഗീയാരാമങ്ങളിലായിരിക്കും. والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين. സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ വചനങ്ങളെ കള്ളമാക്കി തള്ളുകയും ചെയ്തവർക്കു തന്നെയാണ് ഏറെ നിന്ദ്യവും ഹീനവുമായ ശിക്ഷയുണ്ടാവുക. والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين. അള്ളാഹുവിന്റെ മാർഗത്തിൽ നാടുവിടേണ്ടി വന്ന ശേഷം വധിക്കപ്പെടുകയോ മരണമടയുകയോ ചെയ്തവർക്ക് ഉറപ്പായും അള്ളാഹു ഉത്തമമായ ഉപജീവനം നൽകും. തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവരിൽ അത്യുത്തമൻ. لَيُدْخِلَنَّهُمْ مُدْخَلًا يَرْضَوْنَهُ وَإِنَّ اللَّهَ لَعَلِيمٌ حَلِيمٌ. അവരാഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നിടത്ത് അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹു എല്ലാം അറിയുന്നവനും ഏറെ സഹനമുള്ളവനുമാണ്. ذَلِكَ وَمَنْ عَاقَبَ بِمِثْلِ مَا عُوقِبَ بِهِ ثُمَّ بُغِيَ عَلَيْهِ لَيَنصُرَنَّهُ اللَّهُ إِنَّ اللَّهَ لَعَفُوٌّ غَفُورٌ. അത് അങ്ങനെയാണ്. ഒരാൾ താൻ ദ്രോഹിക്കപ്പെട്ടതുപോലെ പകരം അങ്ങോട്ടും ചെയ്ത ശേഷം വീണ്ടും പീഡനത്തിനിരയാവുകയാണെങ്കിൽ ഉറപ്പായും അള്ളാഹു അവനെ സഹായിക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും മാപ്പേകുന്നവനുമാണ്. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ
الله سميع بصير. ഇതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അല്ലാഹുവാണ് രാവിനെ പകലിലേക്ക് കടത്തിവിടുന്നത്, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അവൻ തന്നെ. തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل وأن ما يدعون من دونه هو الباطل وأن الله هو العلي الكبير. അല്ലാഹു തന്നെയാണ് നിത്യസത്യം. അവനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയൊക്കെയും കേവലം മിഥ്യയാണ്. അല്ലാഹു തന്നെയാണ് അത്യുന്നതനും മഹാനും. ألم تر أن الله أنزل من السماء ماء فتصبح الأرض مخضرة إن الله لطيف خبير. നീ കാണുന്നില്ലേ അല്ലാഹു മാനത്ത് നിന്ന് മഴ പെയ്യിക്കുന്നത്? അതുവഴി ഭൂമി പച്ചപ്പുള്ളതായിത്തീരുന്നു. അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും തിരിച്ചറിവുള്ളവനുമാണ്. ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഇന്നല്ലാഹ ലഹുവൽ ഗനിയ്യുൽ ഹമീദ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. അല്ലാഹു അന്യാശ്രയം ആവശ്യമില്ലാത്തവനാണ്, സ്തുത്യർഹനും. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർദി വൽ ഫുൽക തജ്രി ഫിൽ ബഹ്രി ബിഅംരിഹി വയുംസികു السماء അൻ തഖഅ അലൽ അർദി ഇല്ലാ ബിഇذനിഹി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. നീ കാണുന്നില്ലേ അല്ലാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതൊക്കെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അവന്റെ ഹിതമനുസരിച്ച് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലും തന്റെ അനുമതിയില്ലാതെ ഭൂമിക്കുമേൽ വീണു പോകാത്ത വിധം വാനലോകത്തെ പിടിച്ചു നിർത്തുന്നതും അവനാണ്. തീർച്ചയായും അല്ലാഹു മനുഷ്യരോട് ഏറെ കൃപയുള്ളവനും പരമകാരുണികനുമാണ്. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചത്, ഇനിയവൻ നിങ്ങളെ മരിപ്പിക്കും, പിന്നെ വീണ്ടും ജീവിപ്പിക്കും. തീർച്ചയായും മനുഷ്യൻ വളരെയേറെ നന്ദി കെട്ടവനാണ്. ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹ് ഫലാ യുനാസിഉന്നക ഫിൽ അംർ വദ്ഉ ഇലാ റബ്ബിക ഇന്നക ലഅലാ ഹുദൻ മുസ്തഖീം. എല്ലാ ഓരോ സമുദായത്തിനും നാം ഓരോ തരം ആരാധനാ രീതി നിശ്ചയിച്ചിട്ടുണ്ട്. അവരതനുഷ്ഠിച്ചു പോരുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ അവരാരും നിന്നോട് കലഹിക്കാതിരിക്കട്ടെ. നീ അവരെ നിന്റെ നാഥങ്കലേക്ക് ക്ഷണിച്ചുകൊള്ളുക. തീർച്ചയായും നീ വളവൊട്ടുമില്ലാത്ത നേർവഴിയിൽ തന്നെയാണ്. وَإِن جَادَلُوكَ فَقُلِ اللَّهُ أَعْلَمُ بِمَا تَعْمَلُونَ. അവർ നിന്നോട് തർക്കിക്കുന്നുവെങ്കിൽ പറയുക, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമത്തി ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. നിങ്ങൾ ഭിന്നിച്ചകന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലെല്ലാം ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ് ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിനക്കറിഞ്ഞുകൂടെ
ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിന് നന്നായി അറിയാമെന്ന്? തീർച്ചയായും അതൊക്കെയും ഒരു മൂലപ്രമാണത്തിലുണ്ട്. അതെല്ലാം അല്ലാഹുവിന് ഏറെ എളുപ്പമാണ്. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَمْ يُنَزِّلْ بِهِ سُلْطَانًا وَمَا لَيْسَ لَهُم بِهِ عِلْمٌ وَمَا لِلظَّالِمِينَ مِن نَصِيرٍ. അല്ലാഹു ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്തവയെ അവന്റെ പങ്കുകാരായി സങ്കൽപ്പിച്ച് അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അതേക്കുറിച്ച് ഒന്നും അറിയില്ല. അക്രമികൾക്ക് ഒരു സഹായിയുമുണ്ടാവുകയില്ല. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ تَعْرِفُ فِي وُجُوهِ الَّذِينَ كَفَرُوا الْمُنكَرَ يَكَادُونَ يَسْطُونَ بِالَّذِينَ يَتْلُونَ عَلَيْهِمْ آيَاتِنَا قُلْ أَفَأُنَبِّئُكُم بِشَرٍّ مِّن ذَلِكُمْ النَّارُ وَعَدَهَا اللَّهُ الَّذِينَ كَفَرُوا وَبِئْسَ الْمَصِيرُ. നമ്മുടെ സുവ്യക്തമായ വചനങ്ങൾ അവരെ ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ സത്യനിഷേധികളുടെ മുഖങ്ങളിൽ വെറുപ്പ് പ്രകടമാകുന്നത് നിനക്ക് മനസ്സിലാകും. നമ്മുടെ വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നവരെ കയ്യേറ്റം ചെയ്യാൻ പോലും അവർ മുതിർന്നേക്കാം. പറയുക, അതിനേക്കാളെല്ലാം ദോഷകരമായ കാര്യം ഏതെന്ന് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? നരകത്തീയാണത്. സത്യത്തെ തള്ളിപ്പറഞ്ഞവർക്ക് അതാണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതെത്ര ചീത്ത സങ്കേതം! يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وَإِن يَسْلُبْهُمُ الذُّبَابُ شَيْئًا لَّا يَسْتَنقِذُوهُ مِنْهُ ضَعُفَ الطَّالِبُ وَالْمَطْلُوبُ. മനുഷ്യരെ, ഒരു ഉദാഹരണം ഇങ്ങനെ വിശദീകരിക്കാം. നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുക. അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചാലും ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്കാവില്ല. എന്നല്ല, ഈച്ച അവരുടെ പക്കൽ നിന്നെന്തെങ്കിലും തട്ടിയെടുത്താൽ അത് മോചിപ്പിച്ചെടുക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. സഹായം തേടുന്നവനും തേടപ്പെടുന്നവനും എത്ര ദുർബലർ! മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അല്ലാഹുവേ, അവൻ അർഹിക്കും വിധം നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. തീർച്ചയായും അല്ലാഹു കരുത്തനും പ്രതാപിയുമാണ്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ് ഇന്നല്ലാഹ സമീഉൻ ബസീർ. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അല്ലാഹു ചില സന്ദേശവാഹകരെ തിരഞ്ഞെടുക്കുന്നു. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അവരുടെ ഭാവിയും ഭൂതവും അവൻ അറിയുന്നു. കാര്യങ്ങളെല്ലാം വിധി തീർപ്പിനായി മടക്കപ്പെടുന്നത് അവങ്കലേക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഊ വസ്ജുദൂ വഅബ്ദൂ റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾ റുകൂഉം സുജൂദും ചെയ്യുക. നിങ്ങളുടെ നാഥന് വഴിപ്പെടുക. നന്മ ചെയ്യുക. നിങ്ങൾ വിജയം വരിച്ചേക്കാം. വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവ ജതബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം
هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട വിധം സമരം ചെയ്യുക. അവൻ നിങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ ഒരു മാർഗതടസ്സവും അവൻ നിങ്ങൾക്കുണ്ടാക്കി വച്ചിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ പാത പിന്തുടരുക. പണ്ടേ തന്നെ അള്ളാഹു നിങ്ങളെ മുസ്ലിങ്ങളെന്ന് വിളിച്ചിരിക്കുന്നു. ഈ ഖുർആനിലും അതുതന്നെയാണ് വിളിപ്പേര്. ദൈവദൂതൻ നിങ്ങൾക്ക് സാക്ഷിയാകാനാണിത്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകാനും. അതിനാൽ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, സകാത്ത് നൽകുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അവനാണ് നിങ്ങളുടെ രക്ഷകൻ. എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല സഹായി.